തോമസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് ഒരു രക്ഷയുമില്ലായിരുന്നു. ന്യൂ ബോൾ ബോളിംഗ് പാർട്ട്ണർഷിപ്പായ ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും കൂടെ ഡൽഹിയെ തകർത്തു എന്ന് തന്നെ പറയാം അല്ലെ. അതെ, തീർച്ചയായിട്ടും. ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ് ജോഷ് ഹേസൽവുഡ്, ഭുവനേശ്വർ കുമാർ എന്ന് പറയുന്നത്. അതായത് ഹേസൽവുഡിന്റെ കുറച്ച് ഹാർഡ് ലൈൻ കൈൻഡ് ഓഫ് ബോളിംഗ് ആണ്. വിച്ച് ബൗൺസും അങ്ങനെ ടെസ്റ്റിനെ അനുസ്മരിപ്പിക്കുന്ന ടൈപ്പിലൊരു ബോളിംഗ് അറ്റാക്ക് ആണ് ചെയ്യുന്നത്. അതേസമയം ഭുവനേശ്വറിന്റെ സ്ഥിരം ഏറ്റവും വലിയ വജ്രായുധം എന്ന് പറയുന്നത് സ്വിംഗ് ബോളിംഗ് ആണ്. അപ്പം നല്ല രീതിയിൽ ഔട്ട് സ്വിംഗ്, ഇൻ സ്വിംഗ്, അതുപോലെ തന്നെ യോർക്കേഴ്സ്, ഇതിന്റെ എല്ലാം ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അപ്പം IPL ഇത്രയും നാട്ടെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മികച്ച എന്താ പറയുക പവർ പ്ലേ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടത് അഗേൻസ്റ്റ് ഡൽഹി ക്യാപിറ്റൽസ്. അതായത് 13 റൺസ് ആണ് ഇൻ ദ പവർ പ്ലേ അവരെ കൊടുത്തത്. വെറും 13 റൺസ് കൊടുക്കുകയും എനിക്ക് തോന്നുന്നു 6 വിക്കറ്റ്സ് എടുക്കുകയും ചെയ്തെന്ന് തോന്നുന്നു ഇൻ ദ പവർ പ്ലേ അല്ലെ. 6 വിക്കറ്റ്സ് എടുക്കുകയും. ലൈക്ക് കുറച്ച് റൺസിന് 6 വിക്കറ്റ് പോയി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതെ 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 13 റൺസ് ആണ് എടുത്തത് ഇൻ പവർ പ്ലേ. പവർ പ്ലേ. അപ്പം അതൊരു ഭയങ്കര, അതായത് ഇപ്പൊ ഈ IPL അല്ലെങ്കിൽ ബേസിക്കലി T20 എന്ന് പറയുന്നത് ഒരു ബാറ്റേഴ്സ് ഗെയിമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇതൊരു ഫ്രഷ് ബ്രീത്ത് ഓഫ് എയർ ആണ്. വേർ ഈ രണ്ട് ബോളേഴ്സും ഡോമിനേറ്റിംഗ് ദ ബാറ്റ്സ്മെൻ, എസ്പെഷ്യലി ഓപ്പണിംഗ് ബാറ്റേഴ്സ് എല്ലാം തന്നെ വളരെ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്രൂവൺ ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഇങ്ങനൊരു ഇത് വരുന്നത് നമുക്കൊരു നല്ലൊരു ചേഞ്ച് ആണ്. പിന്നെ ഇത് വെറൈറ്റി ആണല്ലേ നമുക്ക് ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് കണ്ട് മടുത്തു എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും. അപ്പൊ ഇതൊരു ഭയങ്കര നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇവരുടെ രണ്ടുപേരും. അതുപോലെ തന്നെ ജേക്കബ് ഡഫി ഉണ്ട്. ഹി ഈസ് ദ ബാക്കപ്പ്. ഇപ്പം ഹേസൽവുഡ് ജോയിൻ ചെയ്തതിന് ഹി ഹാസ് ഓൾസോ ഡൺ എ പ്രിറ്റി ഡീസന്റ് ജോബ് ഫോർ RCB. അപ്പോൾ അവരുടെ ബാറ്റിംഗ് പ്രൊവസിന്റെ കൂടെ തന്നെ ബോളിംഗും ഇത്രയും വന്നത് അവർക്ക് ഇത്രയും മികച്ച രീതിയിൽ വന്നിരിക്കുന്നത്, എസ്പെഷ്യലി പവർ പ്ലേ ബോളിംഗ് ഇത്രയും മികച്ച രീതിയിൽ വന്നിരിക്കുന്നത് അവരുടെ ടൈറ്റിൽ ഡിഫൻസിന് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബൂസ്റ്റ് ചെയ്യും. എനിക്കൊന്നും മറ്റ് പല ടീമുകളും ഈ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ആണെങ്കിലും നമുക്കറിയാം അവർക്കൊരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ലൈനപ്പ് ഇല്ലാത്തതിനാൽ അവര് ബോളേഴ്സിനെ വെച്ച് ലോഡ് ചെയ്യുകയാണ്. കഗീസ് ഒരബാദ, സിറാജ് എന്നീ അവരും ടെസ്റ്റ് മാച്ച് ബോളേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റു ടീമുകൾ എടുത്തു നോക്കിയാൽ ഇപ്പം LSG, ലക്നോ സൂപ്പർ ജയൻസ്, ഈവൻ ദോ ദേ ആർ നോട്ട് പ്ലേയിങ് വെൽ, അവരുടെ ബോളിംഗ് ലൈനപ്പും ടെസ്റ്റ് മാച്ച് ഒരു ടൈപ്പാണ്. ഷമി അല്ലെങ്കിൽ നമ്മുടെ അങ്ങനത്തെ ബോളേഴ്സ് എല്ലാം ടെസ്റ്റ് കളിക്കുന്നവരാണ്. അപ്പം എല്ലാ ടീമുകളും ആ ഒരു സ്വിംഗ് ആൻഡ് ബൗൺസ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് റാദർ ദാൻ എക്സ്പ്രസ് പേസ് എന്ന രീതിയിലോട്ട് പോവുകയാണ് ഇപ്പോഴത്തെ ന്യൂ ഏജ് ബാറ്റിങ്ങിനെ തടയാനായിട്ട്. ഈ സൂര്യവംശി, ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ എന്നീ ടൈപ്പ് ഓഫ് ബാറ്റ്സ്മാൻമാരെ എങ്ങനെ നേരിടണം എന്നുള്ളൊരു പുതിയ സെറ്റ് ഓഫ് പ്ലാനുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. എനിക്കുന്നു ആ രീതിയിൽ നോക്കുമ്പോൾ RCB ആണ് വെൽ അഹെഡ് ഇൻ ദ കർവ്, ബിക്കോസ് ദേ ഹാവ് എ ഗുഡ് ബോളിംഗ് ലൈനപ്പ്, അറ്റ് ദി സെയിം ടൈം ദേ ഹാവ് എ ഗുഡ് ബാറ്റിംഗ് ലൈനപ്പ് ഓൾസോ. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പഞ്ചാബ് ഈവൻ ദോ ഇന്നലെ അവര് തോറ്റു, കാരണം അവർ ആദ്യമായിട്ടായിരുന്നു ഇന്നലെ ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്തത്, അത് അവർ തോറ്റു. ബാക്കി ചേസ് ചെയ്ത കളിയെല്ലാം ജയിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു RCBയെ സംബന്ധിച്ച് അതൊരു പ്രോബ്ലം അല്ല. ദേ ക്യാൻ ചേസ് ആസ് വെൽ ആസ് ദേ ക്യാൻ ഡിഫെൻഡ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട് അല്ലേ. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ജേക്കബ് ബദല് ഫിൽസോൾട്ടിനെ റീപ്ലേസ് ചെയ്ത് അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫിൽസോൾട്ട് വിൽ ബി ബാക്ക് നെക്സ്റ്റ് മാച്ച്. തോമസിന് തോന്നുന്നത് എന്താണ്, ഈ പറഞ്ഞിട്ട് ഒരു 250-240 റൺസ് എടുക്കുന്നതാണോ അതോ ഒരു 180-190 റേഞ്ചിൽ? എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ടൈപ്പ് മാച്ചസ് ആണ് എനിക്ക് ഇഷ്ടം. വേർ ഇറ്റ് ഈസ് വെരി ടൈറ്റ് ആൻഡ് നമുക്ക് പണ്ടത്തെ ആ ഒരു കളികളൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ആ ഒരു ടൈറ്റ് മാച്ചസ്, ഇപ്പൊ അങ്ങനെ ഒരു മാച്ചൊക്കെ വളരെ വിരളമാണെന്ന് തന്നെ പറയാം അല്ലെ. അതെ, നമുക്ക് ഈ 180-190 ഒക്കെ നമ്മള് ഈ T20 കണ്ടു തുടങ്ങിയപ്പോ വലിയ സ്കോർ ആയിരുന്നു, ഓർമ്മ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇത് 250 എങ്കിലും മിനിമം അടിക്കണം എന്നുള്ള ഒരു ലെവലിലോട്ട് ഈ കളി മാറുമ്പോൾ അതിന്റെ ഒരു ആസ്വാദ്യതയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ എല്ലാ ടീമുകളിലും ഇങ്ങനത്തെ ബാറ്റ്സ്മാൻമാരുണ്ട്. ആ ടോപ്പ് 3 എന്ന് പറഞ്ഞാൽ ഓൾ ഗൺസ് ബ്ലേസിംഗ് ആണ്. അതെ. അത് അതിന്റെ ഇപ്പുറത്തെ ഇപ്പൊ ഈ ഇന്നലത്തെ RCBയുടെ ബോളിംഗ് നല്ല എന്ന് പറയുമ്പോഴും അതും 8 റൺസിന് 6 വിക്കറ്റ് പോകാന്ന് പറയുമ്പോൾ അത് അതിന്റെ അപ്പുറത്തെ ഒരു എക്സ്ട്രീം ആണ്. ആ ഒരു മിഡിലാണ് നമുക്ക് വേണ്ടത് ആക്ച്വലി. അല്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഈ ദിസ് സൈഡ് ഓഫ് എക്സ്ട്രീം നടക്കുന്നത്, അതായത് ഇന്നലെ ഇപ്പൊ RCB ചെയ്ത എക്സ്ട്രീം എന്ന് പറയുന്നത് ഇടയ്ക്ക് നമുക്കൊരു ഫ്രഷ് ചേഞ്ച് ആണ്. അതാണ്. പിന്നെ എല്ലാ കളി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് എന്തോരം ബാധിക്കും എന്നുള്ളതും വേറെ ചോദ്യമാണ്. IPL ആണ് വേണ്ടത്.
ആളുകൾക്ക് റൺസാണ് വേണ്ടത്. സോ ആളുകൾക്ക് റൺസാണ് വേണ്ടത്. ഫുട്ബോളാണെങ്കിൽ ആളുകൾക്ക് ഗോൾസാണ് വേണ്ടത്. അപ്പൊ അതുപോലെ പിന്നെ തന്നെ എനിക്ക് തോന്നുന്നു റൺസ് വേറൊരു മടുപ്പ് വരാൻ കാരണം എനിക്ക് തോന്നുന്നു ദ നമ്പർ ഓഫ് മാച്ചസ്, ദർ ആർ ടു മെനി മാച്ചസ് ഉം, ഉം. ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് റിപ്പീറ്റിംഗ് നൗ. എസ്പെഷ്യലി ഇപ്പോഴത്തെ പുതിയൊരു രീതി വെച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതെ, അതെ. 260 റൺസ് എടുക്കുക. അതുകൊണ്ടാണ് തോന്നുന്നു ആ ഓവർ കണ്ടന്റ് വന്ന് വന്ന് കളികൾ കണ്ട് എല്ലാ കളികളും കാണാനുള്ള ഒരു മനസ്സ് തോന്നുക എന്ന് പറഞ്ഞാൽ ഇത്തിരി നല്ലൊരു സ്പോർട്സ് ഫാൻ ആണെങ്കിൽ മാത്രമേ മാത്രമേ തോന്നത്തുള്ളൂ നമുക്ക്. തോന്നുള്ളൂ എന്ന് തോന്നുന്നു. അതെ, ഓക്കെ, അതെ. കമ്മിങഗ് ഒരു ബാക്ക് ടു സെയിം ടെംപ്ലേറ്റിലേക്ക് നമ്മൾ വരികയാണ്. അതെ അതെ അതെ, ഒരു മോർ മോർ ടാക്ടിക്സ് എന്ന് പറഞ്ഞ ഇതിലോട്ട് പോകുമ്പോൾ ഇറ്റ്സ് ബിക്കമിങ് ഒരു എന്റർടൈൻമെന്റ് വാല്യൂ നഷ്ടപ്പെടുന്നു എവിടെയോ എന്നുള്ളൊരു തീർച്ചയായിട്ടും. കാര്യമാണ്. ഇപ്പൊ ഇത് തന്നെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മുംബൈ 242 എടുത്തിട്ടുണ്ട്. 242 മുംബൈ ചേസ് ഒരു തുടങ്ങി അല്ലേ? ടീം ഇപ്പോൾ ഫോമിൽ എത്താന്ന് പറഞ്ഞാൽ 240 എടുക്കുക എന്നുള്ളതാണ്. 240 എടുക്കാന്നുണ്ട്. ബെയർ മിനിമം. അതെ. But still we don't know if Mumbai are going to win because വിൻ. the other team is SRH. We know അവര് നല്ലൊരു SRH. ചേസിംഗ് ടീമാണ്. അവർക്ക് ടോപ്പ് നല്ല 3 ബാറ്റിംഗ് ടോപ്പ് 4 ലൈനപ്പാ. ഭയങ്കര പവർഫുൾ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഹാഫ് വേ ആയല്ലോ, IPL ഹാഫ് വേ ആയി. എനിക്ക് തോന്നുന്നു നമുക്ക് ഷുവറായിട്ട് പ്ലേ ഓഫിന് ക്വാളിഫൈ ഇല്ല എന്ന് പറയാൻ പറ്റിയ ടീംസ് ഈ ടോപ്പ് ഓർഡർ വർക്ക് ചെയ്യാത്ത ടീംസ് ആണ്. അതായത് ഒന്ന് ടോപ്പ് ഓർഡർ കൊൽക്കത്ത നൈറ്റ് കളിക്കാൻ റൈഡേഴ്സ്, ഒന്ന് ലക്നൗ സൂപ്പർ ജയൻസ്, ഒരു പരിധി വരെ ചെന്നൈ സൂപ്പർ കിങ്സും ചെന്നൈ സ്ട്രഗിൾ സൂപ്പർ ചെയ്യുന്നുണ്ട്. കിങ്സ് മുംബൈ ഇന്ത്യൻസും. ഓൺ ദ പേപ്പർ ബെസ്റ്റ് ടീം അതെ ആണ്. അപ്പോ എനിക്ക് മുംബൈ ഇന്ത്യൻസിനെ പറ്റി ചോദിക്കാനുള്ളത് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയെ പറ്റിയിട്ടാണ്. അദ്ദേഹം വളരെ ഒരു ഷോമാൻ പെർഫോമർ ആയിരുന്നല്ലോ. അപ്പം ഇന്ത്യക്ക് വേണ്ടിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഷോമാൻഷിപ്പ് വളരെ അതെ വളരെ ഫേമസ് ആണ്. പക്ഷെ അദ്ദേഹം ദിസ് ടൈം ഈസ് നോട്ട് ക്ലിക്കിംഗ്. എനിക്ക് തോന്നുന്നു ഈ മാച്ച് മാറ്റി നിർത്തിയിട്ടാണെങ്കിൽ ജസ്റ്റ് സ്കോർഡ് അബൌട്ട് 97 റൺസ് ആൻഡ് അബൌട്ട് 3 or 4 വിക്കറ്റ്സ്. അപ്പം യെസ്, അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് വളരെ ഇന്ന് മോശമാണ്. കളിച്ചെന്ന് തോന്നുന്നു അല്ലേ. ഇന്ന് കളിച്ചു. ഐ തിങ്ക് ഈ സ്കോർഡ് സം 31 റൺസ് കളിച്ചെന്ന് തോന്നുന്നു. എന്നെ അതുപോലെ സംബന്ധിച്ച് നമ്മൾ പണ്ടത്തെ ഉം, ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി അത്ര ഉം, ആഹ്, ഉം, മോശമാണെന്ന് പറയുന്നില്ല. പക്ഷെ കമ്പയർ ടു ഇപ്പോൾ ശ്രേയസ് അയ്യറോ അല്ലെങ്കിൽ ഒരു ഉം. ഈ പറഞ്ഞ പോലെ രജത് പട്ടീദർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരെ എടുത്തു നോക്കുമ്പോൾ ഹർദിക് പാണ്ഡ്യ അത്ര നല്ലൊരു ക്യാപ്റ്റൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം GTA ജയിപ്പിച്ചിട്ടുണ്ട്, അത് നമുക്കറിയാം. പക്ഷെ പുള്ളി ഈ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഒരു ദിവസം വിഷ്ണു പറഞ്ഞിട്ട് ഒരു ദിവസം നല്ല അദ്ദേഹം ഇറാറ്റിക് ആസ് ആണ്. കൂൾ ആസ് MS ധോണിയാണ്. ഉം, ഉം. നെക്സ്റ്റ് ഡേ ഈസ് സോ ആംഗ്രി അറ്റ് ഹിസ് പ്ലേയേഴ്സ്. സോ ഹി സ്റ്റാർട്ട് ഷൗട്ടിങ് അല്ലേ. ഈ സ്റ്റാർട്ട് ഷൗട്ടിങ്. അദ്ദേഹം ഈവൻ ലെജൻഡ്സ് ലൈക്ക് ബുംറയോട് പോലും ഷൗട്ട് ചെയ്യുന്ന ക്ലിപ്സും കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ആക്ച്വലി ദ കൈൻഡ് ഓഫ് ടീം വിച്ച് ഈസ് മാനേജിങ് എല്ലാം വളരെ വെറ്ററൻസ് ആണ്. ഇപ്പം സൂര്യകുമാർ ആണെങ്കിലും ബുംറ ആണെങ്കിലും ഈവൻ ഓഫ് ഓൾ ദ പീപ്പിൾ രോഹിത് ശർമ്മ. ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് റോങ്. എനിക്കൊന്ന് GT-യിലൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട് ടീമിനെ. I don't know what's going wrong here, but I don't think it's clicking for Mumbai Indians or Hardik Pandya personally. എനിക്ക് തോന്നുന്നത് ആ ടീമിനെ അങ്ങനെ ഒരു സ്റ്റാർ സ്റ്റഡഡ് ടീമിനെ നയിക്കാൻ പറ്റിയ ഒരാളാണോ എന്നുള്ളൊരു എനിക്ക് ഡൗട്ട് തോന്നുന്നില്ല. ഉണ്ട് അല്ലെ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം അദ്ദേഹത്തിന് ഇത്രയും വളരെ ഇറാറ്റിക് ആയിട്ടുള്ള ഒരു ഈവൻ അതെ ഒരു മാച്ചിൽ തന്നെ അദ്ദേഹം വളരെ ഇറാറ്റിക് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ബിഹേവിയർ വരുന്നത്. അതെ, ബിഹേവിയർ അതൊരു നമ്മൾ കമന്റ് കൺസിസ്റ്റന്റ് അല്ല. ചെയ്യുന്നില്ല. നമ്മൾ വിഷ്ണു പറഞ്ഞ തൊട്ട് ചില കളികളിൽ ഭയങ്കര കാമാണ്. നമ്മൾ നേരത്തെ കാമാണ്. സൂചിപ്പിച്ച തൊട്ട് തന്നെ ചില കളികളിൽ ചില പുള്ളി ഭയങ്കര അതെ ദേഷ്യപ്പെടും. അപ്പം പക്ഷെ അതെ അത് ഒരു കളിയിൽ തന്നെ അതിന്റെ പല വേർഷൻസ് കാണാൻ പറ്റും. അതെ അതെ പിന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി വെറ്ററൻ പ്ലേയേഴ്സ് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഫോർ ഹിസ് ക്യാപ്റ്റൻസിയും കാര്യങ്ങളൊക്കെ. ഐ തിങ്ക് ഈസ് അണ്ടർഗോയിങ് എ ലോട്ട് ഓഫ് ഫയർ എന്ന് തോന്നുന്നു. അതെ അതെ, എനിക്ക് തോന്നുന്നു സോ ഹി ഹാസ് ടു ബി ലിറ്റിൽ ബിറ്റ്, ഹി ഹാസ് ടു മെല്ലോ ഡൗൺ ആൻഡ് ദെൻ ഉം, ഉം. എനിക്കൊന്ന് കുറച്ച് കളിയിൽ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം റാദർ ദാൻ ഓൾ ദിസ് ഷോമാൻഷിപ്പ് അല്ലെ. ഷോമാൻഷിപ്പ്. അതെ. ഷോമാൻഷിപ്പിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇപ്പം ഒരു സ്ട്രഗ്ലിംഗ് ക്യാപ്റ്റനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓൺ ദ അതർ സൈഡ് വി ഹാവ് ശ്രേയസ് അയ്യർ. അതേപോലെ ഓ, ശ്രേയസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ടേ ആഹ് പറയുന്നതാണല്ലോ ഇന്ത്യൻ ക്യാപ്റ്റൻ അതെ. ആകേണ്ട ഒരു 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 കഴിവുള്ള വ്യക്തിയാണ്. പ്ലെയർ ആണ്. തീർച്ചയായിട്ടും. നമ്മൾ യുനാനിമസ്ലി പറഞ്ഞിരുന്നതാണ്. എന്ത് തോന്നുന്നു സുധീഷിന് ശ്രേയസ് അയ്യറിന്റെ ഈ വർഷത്തെ ഈ സീസണിലെ പെർഫോമൻസിനെ പറ്റിയിട്ട് ഓവറോൾ വാട്ട് ഡു യു തിങ്ക്? ഹൗ I ഡു യു think റേറ്റ്? as a captain we already know is a wonderful captain. There is no doubt about that. കൊൽക്കത്തയെ IPL ജയിപ്പിച്ചതാണ്, DCA പ്ലേ ഓഫ്സിൽ എത്തിപ്പിച്ചിട്ടുള്ളതാണ്. ഈ പറഞ്ഞ തൊട്ട് ഇപ്പോൾ പഞ്ചാബിനെ കഴിഞ്ഞാണ് ഫൈനലിൽ എത്തിച്ചു, കഷ്ടിച്ചാണ് തോറ്റത്.
ഇപ്പോഴും ടോപ്പ് ഓഫ് ദി ലീഗാണ്. എനിക്ക് ആകപ്പാടെ ചെറിയൊരു ഇതുള്ളത് അവരെങ്ങനെ ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കൊന്ന് ഉം, കാണണം. ഉം, ഇന്നലെ തോറ്റു. കഴിഞ്ഞ കളി ആദ്യമായിട്ട് അവർ ഡിഫെൻഡ് ചെയ്ത് കളി തോറ്റു. ബട്ട് ഐ തിങ്ക് ഉം, ദേ വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. അതെനിക്ക് ആദ്യത്തെ ഒരു കളി ആയതിൻ്റെതായ ഒരു പ്രശ്നമായിരുന്നു അവർക്കുള്ളത്. ഉം, ഐ ഉം, തിങ്ക് ദേ വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. ബട്ട് ആസ് എ പ്ലെയർ ഉം, ഐ തിങ്ക് ഹി ഡിസേർവ്സ് ടു ബി ഇൻ ദി ഇന്ത്യൻ T20 ടീം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഉം. അങ്ങനത്തെ ലെവലിലൊരു കളിയാണ് ഇപ്പൊ അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹം വരുമ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് അദ്ദേഹം കളി കഴിഞ്ഞ് ഒരു 30-39 ബോളിൽ 80 റൺ എടുത്ത് പോകുമ്പം നമുക്ക് ഒരിക്കലും അദ്ദേഹം ഈ പറഞ്ഞിട്ടൊരു T20 കളിച്ചായിട്ട് തോന്നില്ല. നമ്മളെ ശ്രദ്ധിക്കാതെ അദ്ദേഹം ഒരു നല്ല ഇന്നിങ്സ് തീർച്ചയായിട്ടും. സൈഡിലൂടെ ആ ചെയ്ത് കളി ഫ്ലാംബോയൻസ് അല്ല. ജയിപ്പിക്കുന്ന ഒരു ആ ആ ഇന്നിങ്സിന്റെ കൂടെ അതെ അങ്ങ് പോവാണ്. അതെ. ഇപ്പം ആദ്യത്തെ ഒരു 10 ബോളിൽ പുള്ളി അദ്ദേഹം ഒരു 12 റണ്ണൊക്കെ എടുക്കുള്ളൂ. ഉം, പക്ഷേ ഉം. കളി കഴിയുമ്പം 39 ബോളിൽ ഇത് 78, 80 ഇൻഫാക്ട് എന്നീ ഒരു അതെ അതെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു 263. അദ്ദേഹം വാട്ട് ഡു യു തിങ്ക് ഡു യു തിങ്ക് ഹി ഡിസേർവ്സ് എ സ്പോട്ട് ഇൻ ദി ഇന്ത്യൻ ടീം? ഐ തിങ്ക് ഹി ഡിസേർവ്സ്. പേഴ്സണലി ഹി ഹാസ് ടു ബി ദേർ. Even I think he deserves a spot in the T20 team. The basis what he has യെസ്. done across the last 2-3 seasons of IPL. Uh, തീർച്ചയായിട്ടും I ആൻഡ് ഇഫ് second that thought. He should be given a യാ chance. ആൻഡ് ഇഫ് BCCI is planning to move on from Sky as captain, we have a Mm. ready-made guy there. Yes, So yes, yes. Proven resource as captain. അതെ. Anyways, I അതിന്റെ think കൂടെ വേറൊരു ശ്രേയസ് സാധനം അയ്യറിന്റെ എനിക്ക് ആഡ് ഈ video ചെയ്യാനുള്ളത് വെച്ചാൽ റിയാൻ പരാഗിന്റെ ഒരു ഉം, കോൺട്രവേഴ്സി അറിഞ്ഞായിരുന്നോ തോമസ്? ഇല്ല എന്താ സംഭവം? അദ്ദേഹം എന്തോ കളിക്കിടയിൽ വേപ്പ് വലിച്ചു എന്നൊക്കെ പറഞ്ഞ് വേപ്പോ ഞാൻ കണ്ടു ഒരു ഞാൻ കണ്ടു വീഡിയോ ഞാൻ കണ്ടു. ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു. അതിന്റെ ഒരു എത്രമാത്രം അതിനകത്ത് കാരണം എന്റെ ഒരു വീഡിയോ കണ്ടിട്ട് അദ്ദേഹം വേപ്പ് വലിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. തോമസിന് എന്ത് അതെ തോന്നുന്നു? അതൊരു ഞാൻ റിയാൻ പരാഗിന്റെ കോൺട്രവേഴ്സി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം വേപ്പ് വലിക്കുന്ന വീഡിയോ ഞാൻ കണ്ടിരുന്നു. വേപ്പ് വലിക്കുകയാണത്. പക്ഷെ ഒബ്വിയസ്ലി ഈസ് ക്യാപ്റ്റനിങ് ദ ടീം. we will be seeking an explanation from Rian on this issue as vaping is not allowed. Depending on his explanation, the IPL will take further course of action എന്നാണ് BCCI പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി വേപ്പിംഗ് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അല്ല അത് വീഡിയോയിൽ ക്ലിയർ ആണ് വീപ്പിംഗ് തന്നെയാണ് എന്നുള്ളത്. പണ്ടൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു അതായത് നമ്മുടെ വൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഈ ശ്രീകാന്ത് ഒക്കെ ക്രിസ് ശ്രീകാന്ത് അങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെ ഇവര് സിഗരറ്റ് ഒക്കെ വലിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പണ്ട് ഞാനിങ്ങനെ ചില അനക്ഡോട്ട്സിലൊക്കെ നമ്മുടെ സുനിൽ ഗവാസ്കർ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നൊക്കെ പിന്നെ ഒരു മാച്ചോ വേണ്ട പറഞ്ഞത് അത് വേറൊരു സ്റ്റൈലായിരുന്നല്ലോ. പണ്ട് ഫുട്ബോളിലും കണ്ടിട്ടുണ്ട് നമ്മൾ സൈഡ് ലൈനിലൊക്കെ ഇരുന്ന്. ഫുട്ബോളിലൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ ഇടയ്ക്ക് ഞാനായിരുന്നു മറ്റേ ഗാരിഞ്ചയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതെ. പക്ഷെ അത് ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഒട്ടും ഒരു റെസ്പോൺസിബിൾ അല്ലാത്ത ഒരു തീർച്ചയായിട്ടും. മൂവ് തന്നെയാണ്. ഇറ്റ്സ് എ പബ്ലിക് ഹാം അല്ലേ. അപ്പൊ അതൊരിക്കലും അതെ, അതെ. ഇതുപോലത്തെ ദേ ആർ ഓൾ റോൾ മോഡൽസ്. ലക്ഷക്കണക്കിന് എല്ലാ Yes. ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും കാണുന്നതല്ലേ. അതായത് he could have And avoided I at don't least think in the dugout. പേഴ്സണലി എന്ത് ചെയ്യുന്നുള്ള I don't ഡിഫറെന്റ്. think I don't know how the management can allow. അതായത് ഇപ്പം കുമാർ സംഘക്കാരെ കൂട്ടുള്ള ആ പേരെടുത്ത ആളുകളുള്ള ഒരു ഡ്രസ്സിംഗ് റൂമിൽ I don't know how you can and that to the captain. ടു ദ ക്യാപ്റ്റൻ. സൂര്യവംശിയൊക്കെ ഇത് കണ്ടിട്ടാണ് അതെ വളരുന്നത്. സൂര്യവംശി സൂര്യവംശി എന്നൊക്കെ ഓൾസോ ദേർ. അപ്പം ഒരിക്കലും അത് Yes. നമുക്ക് നല്ലൊരു എക്സാമ്പിൾ അല്ല. ഹൂവർ ഡസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് എ എനിക്ക് ഗുഡ് തിങ്. എനിക്ക് അതുപോലെ തന്നെയാണ് ഇവ നേരത്തെ നമ്മള് ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം പറഞ്ഞിട്ട് ഐ ഡോണ്ട് തിങ്ക് പരാഗ് ഇസ് എ ഗുഡ് ക്യാപ്റ്റൻ. അവരുടെ ഒരു ടോപ്പ് 2 ബ്ലാസ്റ്റ് ചെയ്താൽ മാത്രമേ അവര് വർക്ക് ജയിക്കത്തുള്ളൂ. ആവുന്നുള്ളൂ. പിന്നെ അതുപോലെ അവരുടെ ബോളിംഗിൽ ജോഫ്ര ആർച്ചറും ബെർജറും ആ ഒരു കളിച്ചു നിൽക്കുന്നതിന്റെ ഒരു ഇതിലാണ് അവർ ഇതിലാണ് പിടിച്ചിരുന്നത് അല്ലെ. നിൽക്കുന്നത്. നമ്മളിപ്പോ ക്യാപ്റ്റൻസി എടുത്ത് പറയുമ്പോൾ ഇപ്പൊ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിൽ നമുക്ക് ശ്രേയസ് അയ്യർ, രജത് പട്ടീദർ ഇസ് എ ഗുഡ് ക്യാപ്റ്റൻ ബിക്കോസ് വി ഓൾറെഡി നോ. That's why they are right on top. യെസ്. ആൻഡ് ഐ തിങ്ക് പന്ത് ഇസ് അനദർ. ഐ ഡോണ്ട് തിങ്ക് ഈസ് എ ക്യാപ്റ്റൻസി മെറ്റീരിയൽ. എനിക്ക് പണ്ട് തൊട്ടേ നമ്മൾ കുഞ്ഞാവാന്ന് വിളിക്കുന്ന അത്രയും ഒരു ചെറിയ ഒരു ഒരു അങ്ങനത്തെ ഒരു പ്രായം മെച്ചുവർ ആയിട്ട് കുറഞ്ഞ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട് ആസ് ഫാർ ആസ് ക്യാപ്റ്റൻസി ഈസ് കൺസിഡർഡ്. ഐ തിങ്ക് ഫോർ അദ്ദേഹത്തിന്റെ കരിയർ ഒന്ന് റിവൈവ് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് ക്വിറ്റ് ക്യാപ്റ്റൻസി. ആൻഡ് മോർ ഓവർ ഹി ഈസ് വർക്കിംഗ് അണ്ടർ ഗോയങ്ക ഹു ഈസ് ലൈക്ക് എ ഡിമാൻഡിങ് സോർട്ട് ഓഫ് ഗൈ. ഡിമാൻഡിങ് കാരണം കെ എൽ രാഹുലിന്റെ എപ്പിസോഡ്സ് ഒക്കെ നമുക്കറിയാലോ. ഡോണ്ട് നോ വാട്ട് വിൽ. ആൻഡ് ഫണ്ണി തിങ് ഈസ് നിക്കോളസ് പൂരൻ ഈസ് സ്ട്രഗ്ലിംഗ്. സോ നിക്കോളസ് പൂരൻ ഒക്കെ സ്ട്രഗിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is something wrong in that setup. their setup.
യെസ്, യെസ്. കാരണം അവരുടെ ടീം എടുത്ത് നോക്കിയാൽ മിച്ചൽ മാർഷ് പോട്ടെ, എയ്ഡൻ മാർക്കർ ഒരു T20 ടൈപ്പ് പ്ലെയർ ആയിരിക്കില്ല. പക്ഷെ ബാക്കി എല്ലാ മാർഷാണെങ്കിലും ഈ പറഞ്ഞ പോലെ പൂറിനൊക്കെ ആണെങ്കിലും നല്ല പ്ലേയേഴ്സ് ആണ്. ആൻഡ് ദേ ഹാവ് പിന്നെ ഗോട്ട് എ ഗുഡ് സൂപ്പർ പ്ലേയേഴ്സ് ബൗളിംഗ് അല്ലേ. ലൈനപ്പ് ആസ് വെൽ. അല്ല, ക്യാപ്റ്റൻസി ഈസ് എ ബിഗ് പാർട്ട്. അത് തീർച്ചയായിട്ടും അതൊരു ഒരു കൊഹസീവ് യൂണിറ്റ് ആയിട്ടല്ല അവർ കളിക്കുന്നത്. നമ്മൾ ഈ പറയുമ്പോൾ പിന്നെ തന്നെ രാഹുൽ ഒരു നല്ല ക്യാപ്റ്റൻ അല്ലായിരുന്നു. നമുക്കറിയാം രാഹുൽ ഇസ് രാഹുൽ നോട്ട് എ എനിക്ക് ഗുഡ് തോന്നുന്നത് ക്യാപ്റ്റൻ. ആൻഡ് അത് their സെലക്ഷൻ ഓഫ് ക്യാപ്റ്റൻസ് ആർ ഇസ് ഓൾസോ റോങ്. ഇസ് എൽഎസ്ജിയുടെ ഓൾസോ റോങ്. ആ ഒരു എനിക്കൊന്ന് അല്ല, എനിക്ക് ഐ പി രാഹുലിന്റെ എല്ലിലെ ഏറ്റവും പ്രശ്നവും രാഹുലിന് കുറച്ചൊരു ഇന്റർവേർട്ട് കൈൻഡ് ഓഫ് ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ഡൗട്ട് ഉണ്ട്. എനിക്ക് ഇദ്ദേഹത്തിന്റെ കേസിൽ വാട്ട് ഈസ് ഹി ഡൂയിങ്, എനിക്ക് ഈസ് ഔട്ട് ഓഫ് ഐഡിയാസ് എന്നൊരു ചിന്ത എനിക്ക് തോന്നുന്നത് പല ഓൺ ദ കളിയിലും പല പിച്ച്. ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ആണ്. ചില പല കളികളിൽ ബദോനി ഓപ്പൺ ചെയ്യും, ചില കളികളിൽ ഉം, മാർക്കറം, ചില കളിയിൽ പന്ത്. എനിക്ക് തോന്നുന്നു അവർക്ക് കൈൻഡ് ഓഫ് എ മെസ് എന്ന് തന്നെ ഇറ്റ്സ് എ മെസ്, പറയേണ്ടി ഇറ്റ്സ് എ വരും. ടോട്ടൽ മെസ്. പിന്നെ എനിക്കൊന്ന് ഗോയങ്കയുടെ ഒരു അവര് ഐ തിങ്ക് ഈ മാനേജ്മെന്റ് ബിയോണ്ട് ദ പോയിന്റ് ഡേ ടു ഡേ അഫയേഴ്സിൽ ഇന്റർഫിയർ ചെയ്യുന്നത് ഇസ് നോട്ട് എ ഗ്രേറ്റ് തിങ്. ഇറ്റ്സ് നോട്ട് എനിക്ക് ഗുഡ്. തോന്നുന്നു LSGയുടെ കാര്യത്തിൽ അത് വളരെ എവിഡന്റ് ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് അതെ, ഒരു ആ കളി ഒരു തോറ്റു പ്രശ്നം ഉണ്ടോ കഴിഞ്ഞാൽ എന്ന് എനിക്ക് അദ്ദേഹം ഡൗട്ട് വന്ന് ഉണ്ട്. ഉം. അദ്ദേഹം വന്ന് ദേഷ്യപ്പെടുക. ഐ ഡോണ്ട് തിങ്ക് ഐ ഡോണ്ട് തിങ്ക് പന്ത് വിൽ ബി ദ ക്യാപ്റ്റൻ നെക്സ്റ്റ് സീസൺ. നെക്സ്റ്റ് സീസൺ ദാറ്റ് ഈസ് ആൻഡ് ഗുഡ് ഫോർ ഹിം ഓൾസോ. വൺ ഓഫ് ദി വേഴ്സ്റ്റ് ക്യാപ്റ്റൻസ് നമ്മൾ പറയുമ്പോൾ വരുന്നത് രഹാനെ നമുക്കറിയാം ടെസ്റ്റിൽ നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു. നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു. T20 പറ്റിയൊരു പ്ലെയർ ആണോ എന്ന് എനിക്ക് ഇപ്പോഴും കൺവിൻസ്ഡ് അല്ല. ഇനി മാറാൻ അദ്ദേഹത്തിന് ഇല്ല, പറ്റുമോ എന്ന് ഇടയ്ക്ക് എനിക്കറിയില്ല. CSKയിൽ വന്നിട്ട് നല്ല രീതിയിൽ വളരെ അൺകൺവെൻഷണൽ ആയിട്ട് പുള്ളി റഹാനെ കളിച്ചിരുന്നു. പക്ഷെ അതും പക്ഷേ ഒരു now ഇത്തിരി ഒരു ലിമിറ്റേഷൻ ഉള്ള ജസ്റ്റ് T20 ആ ഉള്ള ലിമിറ്റേഷൻ വളരെ ഉള്ള പ്ലെയർ ലിമിറ്റഡ് ആണ്. ആണ്. ഈസ് നോട്ട് എ T20 മെറ്റീരിയൽ. പ്ലസ് ഐ തിങ്ക് ഈസ് എ ബെറ്റർ ക്യാപ്റ്റൻ ഇൻ ലോങ് ഫോമാറ്റ് ദാൻ ഈസ് എ വെരി ഷോർട്ടർ ഗുഡ് ക്യാപ്റ്റൻ ഇൻ ഫോമാറ്റ്. ലോങ് ഫോർമാറ്റ്. നല്ല വളരെ വെൽ ബിഹേവ്ഡ് ആയിട്ട് അതിന്റെ ട്രൂ സ്പിരിറ്റിൽ കാര്യങ്ങൾ കാണുന്ന ഒരു അതെ, അതെ. ക്യാപ്റ്റനാണ്. എനിക്കൊന്ന് കുറച്ചുകൂടെ ടൈം കിട്ടുന്ന ഡെസിഷൻസ് എടുക്കുന്നതാണ് അദ്ദേഹത്തിന് ഒന്നുകൂടെ നല്ലത്. എളുപ്പം. വേറാസ് ഇൻ T20 യു ഹാവ് ടു മേക്ക് ഡെസിഷൻസ് ലൈവ് എവറി ക്വിക്ക്, വെരി 10 ക്വിക്ക്. സെക്കൻഡ്സ്. അതാണ് ഇപ്പൊ കൊൽക്കത്തയും സ്ട്രഗിൾ ചെയ്യുന്നത്. അവിടെയും ഈ പറഞ്ഞ തൊട്ട് ആരെ കളിപ്പിക്കണം, കാമറൂൺ ഈസ് ഇൻ എ വെരി ബാഡ് ഫോം. ഈ പറഞ്ഞ തൊട്ട് അത് അവർക്കും ആരെ കളിപ്പിക്കണം എന്നുള്ളൊരു ഉറപ്പില്ലാത്ത. അപ്പം ഒരു ഉറപ്പില്ല. എനിക്കത് ഇങ്ങനത്തെ ടീമുകൾ ഈ ക്യാപ്റ്റൻസി കാരണം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ടീംസ് ഉണ്ട്. ക്യാപ്റ്റൻസി ടീംസ് കാരണം ഉണ്ട്, നല്ലോണം പെർഫോം ചെയ്യുന്ന RCB, ടീംസ് ഉണ്ട്. പഞ്ചാബിന്റെ ടീമുകളുണ്ട്. സോ ഇറ്റ്സ് ഐ തിങ്ക് ഈ പറഞ്ഞ ടീമുകളൊക്കെ തന്നെ ആയിരിക്കും, നല്ലോണം കളിക്കുന്നവർ തന്നെ ആയിരിക്കും ടോപ്പ് 4ൽ ഫിനിഷ് ചെയ്യുക. ദി ഓൺലി തിങ് വി നീഡ് ടു വാച്ച് ഔട്ട് ഇസ് ഇഫ് ഹൂ ഔട്ട് ഓഫ് മുംബൈ ആൻഡ് ചെന്നൈ വിൽ ബി ക്വാളിഫൈങ് എന്നുള്ളതാണ്. ഒരു ഏഹ്, വലിയ ചോദ്യം. നം- അതെ, അതെ. കാരണം മറ്റേത് ഏകദേശം ചെന്നൈയുടെ പെർഫോമൻസിനെ പറ്റി ഹൗ ഡു യു റേറ്റ് ചെന്നൈസ് സീസൺ? വാട്ട് ആർ യുവർ വ്യൂസ് ഓൺ ചെന്നൈ? അൺലക്കിയാണ്. ആസ് എ സ്ക്വാഡ് ഇറ്റ് വാസ്, എന്നെ സംബന്ധിച്ച് അത്ര സ്ട്രോങ് സ്ക്വാഡ് അല്ലായിരുന്നു ടു നമ്മൾ സ്റ്റാർട്ട് വലിയ ദി സീസൺ. എക്സ്പെക്ടേഷൻസ് കൊടുത്തിരുന്നില്ല. ഇല്ല. കണ്ടിന്യൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇഞ്ചുറി ഒട്ടും ഹെൽപ്പ് ചെയ്തില്ല. ആയുഷ് മാത്രയുടെ ഇഞ്ചുറി ആണെങ്കിലും ഖലീൽ അഹമ്മദിന്റെ ഇഞ്ചുറി ആണെങ്കിലും സീസണിന്റെ ഇടയ്ക്ക് വെച്ച് അവർക്ക് ഒന്നാമത് ഓപ്ഷൻസ് കുറവായിരുന്നു. അതിന്റെ കൂടെ ഇഞ്ചുറീസ് വന്നു. എന്നിട്ടും എനിക്ക് തോന്നുന്നു ദേ ഹാവ് പെർഫോംഡ് ഡീസന്റ്ലി ഇൻ സം മാച്ചസ്. സഞ്ജു സാംസന്റെ 2-3 ഇന്നിങ്സിൽ അവർ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ മിഡിൽ ഓർഡർ ഇത്തിരി വീക്കാണ്. ഇഫ് ദേ ആർ ഏബിൾ ടു ക്വാളിഫൈ ദാറ്റ് വിൽ ബി എബവ് ദി എക്സ്പെക്ടേഷൻസ്. നമ്മള് ക്വാളിഫൈ ചെയ്യില്ലെന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെ തന്നെയാണ് കാര്യം പോകുന്നത്. ബട്ട് ഐ തിങ്ക് നെക്സ്റ്റ് സീസൺ ഇഫ് ദേ ക്യാൻ ആഡ് കപ്പിൾ ഓഫ് ഡീസെന്റ് പ്ലെയേഴ്സ്, ഐ തിങ്ക് ദേ ഹാവ് എ ബേസ് ദേ, ഒരു ബേസ് ഉണ്ട് വർക്ക് ചെയ്യാൻ. ആൻഡ് ഐ തിങ്ക് ധോണി ഷുഡ് ടേക്ക് എ ഡെസിഷൻ അറ്റ് ദി ഏർലിയസ്റ്റ്. എനിക്ക് ഈ ധോണി ഇപ്പോഴും കളിക്കുമോ കളിക്കില്ല, ഇതാണ് എല്ലാ കളികളുടെയും മുമ്പിലുള്ള ഒരു ഡിസ്കഷൻ. ഐ തിങ്ക് ദാറ്റ്സ് കൈൻഡ് ഓഫ് ടേക്കിംഗ് ദി ഫോക്കസ് അവേ ഫ്രം എവറിത്തിങ് എൽസ്. അല്ല, അത് തോമസിന് തോന്നുന്നില്ലേ? എല്ലാം ഇപ്പോഴും ധോണി ഉണ്ടോ, ധോണിയുടെ കാഫ് ശരിയാകും, ഇത് തന്നെയാണ് എല്ലാ കളിയിലെയും ഡിസ്കഷൻ. മഹേന്ദ്ര സിംഗ് ധോണി എന്ന ലെജൻഡിനെ കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് ആക്ച്വലി ഇത് CSKയുടെ ഒരു സ്ട്രക്ചറിന് അതിന് മേലെയാണ് ആക്ച്വലി ധോണിയുടെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. അതായത് ഈ നമ്മുടെ പെർസീവ്ഡ് ഓഡിയൻസിന്റെയും വ്യൂവേഴ്സിന്റെയും ഈ മാർക്കറ്റേഴ്സിന്റെയും ഒക്കെ ഇടയ്ക്ക് CSK എന്ത് സംഭവിക്കുന്നു ഉള്ളതിനേക്കാളും പ്രധാനം ധോണി വന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നുണ്ടോ, മറ്റേ തലയുടെ മറ്റേ മ്യൂസിക് കേൾക്കുന്നുണ്ടോ, അദ്ദേഹം 2 ഓവർ ബാറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ്. അപ്പം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടു ധോണി CSK തോറ്റാലും കുഴപ്പമില്ല, ധോണി കളിച്ചാൽ മതി എന്നുള്ള സിറ്റുവേഷനിൽ പല ഫാൻസും നിൽക്കുന്നത്. അപ്പം ധോണി അതെ, അതെ. ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഈ സ്പെക്കുലേഷൻ തന്നെ ടീമിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ധോണി ഫിറ്റായി വന്നാലും ഫോർ ദിസ് സീസൺ, ഫോർ ദിസ് യങ് ടീം ടു ഗെറ്റ് ഇൻ ടു എ ഗുഡ് സെറ്റപ്പ്, അവർക്കത് ഒരു ഒരു ടീം ബിൽഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ധോണി മേ ബി ഹി ഷുഡ് സ്റ്റേ അവേ ഫ്രം പ്ലേയിങ് എന്നുള്ളതാണ് എന്റെ പ്ലേയിങ് അഭിപ്രായം. ഐ പക്ഷേ തിങ്ക് മോർ ഓഫ് എ മാനേജ്മെന്റ്
ഒരുപക്ഷെ It should be a management decision that yeah. he can be a mentor or, you Yes. know, എനിക്ക് Even a head ഇമ്പാക്ട് പ്ലെയർ coach. ആയിട്ട് പോലും ധോണി വരരുത് എന്നാണ് എന്റെ ഒരു എനി അഭിപ്രായം. എനിക്ക് തോന്നുന്നു സ്റ്റീഫൻ ഫ്ലെമിങ്ങിന് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് മേ ബി ഒരു സീസൺ ജോലി ചെയ്യുക. I ഉം. think he might have already done that, and maybe slowly I he can think be so. the head coach of He the can team be if the he head coach. Yeah, ഡെഫിനറ്റ്ലി എനിക്ക് കാരണം തോന്നുന്നു സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെക്കാട്ടിലും T20 ഫോർമാറ്റ് കളിക്കാനും അതെ. കളിപ്പിക്കാനും ഒക്കെ മഹേന്ദ്ര സിംഗ് ധോണിക്ക് പറ്റുമെന്ന് തോന്നുന്നു. അതെ, അദ്ദേഹത്തിന്റെ പ്രസൻസ് ആണ് ഫാൻസിന് വേണ്ടെങ്കിൽ he can do that. He can do that. He can do that. പിന്നെ ഇതിനകത്ത് ഒന്ന് രണ്ട് And സ്റ്റാറ്റ്സ് moreover ഈ നോക്കുകയാണെങ്കിൽ ന്യൂ ഏജ് പറഞ്ഞോളൂ തോമസ്, സോറി പറഞ്ഞു. ഇതിനകത്ത് ഋതുരാജ് കേക്വാഡിന്റെ അണ്ടർ പെർഫോമൻസും ഇതിലൊരു വലിയ ഫാക്ടറാണ്. എനിക്ക് എനിക്ക് And തോന്നുന്നത് his സഞ്ജു captaincy is സാംസന്റെ വരവ് comparatively okay. സഞ്ജു സാംസന്റെ വരവ് അദ്ദേഹത്തെ കുറച്ചൊരു ഇൻസെക്യൂർ ആക്കിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് സൈക്കോളജിക്കലി. Yes, yes. ഇപ്പൊ വേറൊരു സ്റ്റാൻസ് എനിക്ക് ഞാനിപ്പോ കണ്ടെന്ന് ക്യാപ്റ്റൻസി വെച്ചാൽ ഒക്കെ പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടെന്ന് തോന്നുന്നല്ലേ ക്യാപ്റ്റൻസി പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ CSKയുടെ ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാല് CSKയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫോൾ ഞാൻ കാണുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾസ് ഫേസ് ചെയ്ത മാച്ചസിൽ ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾസ് കളിക്കുന്ന CSK ആണ്. CSK and Lucknow 27% ആണ് Super അവരുടെ ഡോട്ട് Giants. ബോൾസ് അതെ, അതെ. ഓഫ് ദ CSK ടോട്ടൽ. and Lucknow Super Giants ആണ്. സോ അത് T20 എസ്പെഷ്യലി T20 എന്നുള്ള ഫോർമാറ്റിൽ വി ട്രൈ ടു സ്കോർ എവറി ബോൾ. അപ്പം ദേ ആർ ഫെയിലിംഗ് ടു ഡു ദാറ്റ്. അപ്പൊ അത് അവരുടെ സ്കോറിങ്ങിനെയും ഓവറോൾ റിസൾട്ട്സിനെ ഒക്കെ ബാധിച്ചിട്ടുണ്ട്. അതെ. പിന്നെ അത് എനിക്ക് ആ ഒരു പുതിയ ഏജ് ഓഫ് T20 ക്രിക്കറ്റ് പുതിയ രീതിയിൽ കളിക്കുന്നതിലോട്ട് അവര് ചുവട് വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ഇവിടെ വെച്ച് കാരണം തുടങ്ങുന്നേ ഉള്ളൂ. അതെ. അതിന്റെ ഒരു ക്ലിയർലി ദേ ഹാവ് ടു ഗോ Yes, ഔട്ട് ഓഫ് ദ ഷാഡോ ഓഫ് മഹേന്ദ്ര ധോണി. സിംഗ് ധോണി. മഹേന്ദ്ര സിംഗ് It's ധോണി എന്ന ഒരു മഹാവൃക്ഷത്തിൽ നിന്ന് മാറുക. തണലിൽ നിന്ന് അവർ മാറണം. And I think it's a good decent kind of start even though ആദ്യത്തെ 3 ഓപ്ഷനിൽ മാച്ച് തോറ്റെങ്കിലും അതെ. അല്ല they ഓപ്ഷനിൽ have come back. മോശമായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തതെങ്കിലും എനിക്കൊന്നൊരു സ്കെലിട്ടൺ ഉണ്ട് എവിടെയോ. ആയുഷ് മാത്ര ആണെങ്കിലും ഒരു ബ്രെവിസ് ഫ്രെയിംവർക്ക് ഓൾറെഡി ഉണ്ട്. ഉണ്ട്. അതെ. അപ്പൊ അത് ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. ഓവർട്ടണൊക്കെ എനിക്കറിയില്ല. അക്കീൽ ഹുസൈൻ ഇസ് എ ഗുഡ് പ്ലെയർ. അക്കീൽ ഹുസൈൻ Okay, no, same. ആദ്യം കളിപ്പിക്കാത്തതിൽ also- എനിക്ക് പരാതി ഉണ്ടായിരുന്നു ആക്ച്വലി. കളിപ്പിക്കുന്നത് നല്ലൊരു തീരുമാനമാണ്. ബോളിംഗ് ഇസ് ഫൈൻ. മേ ബി ദേ കൻ Bowling ആഡ് is 1 or 2. But then they have to work on the batting side of the things because they have Sanju, they have Matre, they have Sarfaraz is a decent enough player, but I think they need some more. ഈ പറഞ്ഞോട്ട് Yes. സഞ്ജുവിന് ഒരു നല്ല ഓപ്പണർ എനിക്ക് തോന്നുന്നു Opener, അത്യാവശ്യമാണ്. ഒരു അല്ല, പാർട്ട്ണർ എന്ന രീതിയിൽ. ഋതുരാജിന്റെ ഫോം തിരിച്ചു വന്നാൽ that will help. I still think Rudraj should bat at number 3, and I think Number they 3, should okay. go for a different opener for Different Father opener. Samson. Because ചേട്ടൻ നമുക്കറിയാം നന്നായിട്ട് ഋതുരാജിന്റെ കളിക്കുന്നുണ്ടല്ലോ. 2 സെഞ്ചുറി അടിച്ചല്ലേ? 2 സെഞ്ചുറി അടിച്ചു. ഞാൻ പറഞ്ഞത് ഋതുരാജിന്റെ കൂട്ടുള്ള ഒരു പ്ലെയർ ഈ പറഞ്ഞിട്ട് രഹാനയുടെ കാര്യം പറയുന്നുണ്ടെന്ന്. രഹാനെക്കാട്ടും കുറച്ച് സ്പീഡിലായിട്ട് കളിക്കുമായിരിക്കും. കുറച്ചുകൂടെ കളിക്കും. പക്ഷെ all the teams need that 2 firing ഓപ്പണേഴ്സ് അല്ലെ. എല്ലാ ടീമുകൾക്കും ഉണ്ട്. തീർച്ചയായിട്ടും ഋതുരാജ് 1 ഡൗൺ വന്നു കഴിഞ്ഞാല് ഋതുരാജ് കുറച്ചുകൂടി നമ്മുടെ കോഹ്ലി മോഡ് ഓഫ് പ്ലെയർ ആണ്. യെസ്. ഏതാണ്ട് കോഹ്ലി is a different enigma. കോഹ്ലിയെ നമ്മൾ കമ്പയർ ചെയ്യണ്ട. കോഹ്ലി is, you know, even now he is proving what he see. Yes, that's what. അപ്പൊ അത് നമ്മൾ കമ്പയർ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ T20 അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊന്ന് പണ്ടത്തെ കോഹ്ലി, ഇപ്പോഴത്തെ കോഹ്ലി അല്ല, പണ്ടത്തെ ഒരു കോഹ്ലിയുടെ ടൈപ്പാണ്. അന്നത്തെ കോഹ്ലിയുടെ അതാ. അപ്പം എന്താ ഈ പറഞ്ഞോട്ട് ഋതുരാജ് 1 ഡൗൺ ഇറങ്ങി. ഐ ആം നോട്ട് ടെല്ലിംഗ് ഹി ഷുഡ് ബി ടേക്കൺ ഔട്ട് ഓഫ് ദ ടീം. ഐ തിങ്ക് ഹീസ് എ ഡീസന്റ് No, ഇനഫ് he should ക്യാപ്റ്റൻ. not be taken off the team. It is just a blimp എന്നേ ഞാൻ പറയത്തുള്ളൂ. He should be ഹീസ് there. എ ഡീസന്റ് ഇനഫ് ക്യാപ്റ്റൻ. നല്ല ക്യാപ്റ്റനാണ്, അത്ര Definitely. മോശം He's a good ക്യാപ്റ്റൻ അല്ല. captain. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ സഞ്ജു സാംസന്റെ വരവ് അദ്ദേഹത്തെ കുറച്ച് Yes. ഇൻസെക്യൂർ ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് സീസൺ, ഈ സീസണിൽ ഒരു 6-7 കളി ജയിക്കാൻ പറ്റിയ ഐ തിങ്ക് ദേ വിൽ ബി ഹാപ്പി ഇനഫ്. Yes, definitely. അത് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് പോകുന്നതായിരിക്കും ദിസ് സീസൺ നല്ലത്. ഗുഡ് ഫോർ ദം. കാരണം നമുക്കറിയാം ക്വാളിഫൈ ഉറപ്പായിട്ടും പഞ്ചാബ്, RCB, SRH ഈ ടീമുകളൊക്കെ എന്തായാലും ക്വാളിഫൈ ചെയ്യും. ഇറ്റ്സ് ഗോയിങ് ടു ബി ബിറ്റ്വീൻ MI, RR. MI ഞാൻ ഇപ്പോഴും പറയുന്നത് വെച്ചാൽ MIക്ക് ഒരു നല്ല ടീം ഉള്ളതുകൊണ്ടാണ്. if they can somehow go in as a 4th team, Chennai, That's a good achievement. that will be like out of the world. അല്ലെങ്കിൽ അതൊരു Out of the above the expectation ഉള്ളൊരു ഒരു അച്ചീവ്മെന്റ് ആയിരിക്കും. I don't think it will happen, but if it happens, if it's a big if. Yes, it's a big if. And Yeah. one submission to CSK fans is that please get out of Dhoni's calf injury discussions. Yes. അദ്ദേഹം വരുന്നോ Yes. ഇല്ലയോ എന്നുള്ളത് it should be അതാണ് അവരുടെ immaterial മനസ്സിൽ. now. അവരാ
ടീമിനെ സപ്പോർട്ട് ചെയ്യുക, ഇപ്പോഴത്തെ അവരുള്ള പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം എനിക്കൊന്ന് നമ്മൾ ഒരുമാതിരി എല്ലാം എല്ലാം കവർ കവർ ചെയ്തെന്ന് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആ ഒരു ഹാഫ് ഇത് വെച്ചിട്ട് തോമസിന് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നുന്നത് ആരാണ് ഐ ലീഗ് വിൽ ജയിക്കാൻ? സ്റ്റിൽ ഗോ വിത്ത് ഐ വിൽ ഗോ വിത്ത് ആർസിബി. എനിക്കും ആർ സി ബി തന്നെയാണ് ഒരു ക്രഞ്ച് മൊമെന്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുകയോ ചേസ് ചെയ്യുകയോ എന്താണെങ്കിലും അവർക്കതൊരു പ്രോബ്ലം അല്ല. അവിടെ യെസ് ഇവിടെ ഒരു യെസ് കളി തോക്കുമായിരിക്കും, പക്ഷേ അത് ഇൻ ദ ഉറപ്പായിരിക്കും. മെയിൻ മാച്ചസ് ഐ തിങ്ക് ദേ വിൽ ബി ഏബിൾ ടു ഡെലിവർ. They will be ആൻഡ് able to നൗ deliver. ദാറ്റ് ഹേസൽവുഡ് ഇസ് ഒരു Back, വെൽ and that's a great ബാലൻസ്ഡ് combination ടീമാണ്. ഒരു വെൽ ബാലൻസ്ഡ് ടീമാണ്. ദർ ആർ നോ വീക്ക്നെസ്സസ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്ന് പറയേണ്ടി വരും. ആൻഡ് ഐ തിങ്ക് വിത്ത് കോഹ്ലി ബീങ് ഇൻ ദിസ് സോർട്ട് ഓഫ് മൂഡ്, ഐ തിങ്ക് they can do wonders. Yeah, പഞ്ചാബ് ആയിരിക്കും absolutely. again. I think it's going to be a പഞ്ചാബ് RCB final പഞ്ചാബ് somewhere. രാജസ്ഥാൻ പഞ്ചാബ് ആർസിബി ഫൈനലായിരിക്കും നമ്മൾ കാണേണ്ടി വരുന്നത്. ഐ തിങ്ക് സോ. Yeah. I want എന്നോട് ഓണസ്റ്റ്ലി ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് ജയിച്ച് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബിക്കോസ് എനിക്ക് പഞ്ചാബ് ജയിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഈവൻ ദോ ഐ deserve to win സപ്പോർട്ട് it. ആർസിബി, പക്ഷെ വൺ ടൈം പഞ്ചാബ് ജയിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഐ Yes. തിങ്ക് ലാസ്റ്റ് ടൈം I ഒരു want that to ഫൈനലിൽ happen വന്നു. because of ശ്രേയസ് അയ്യർ. ശ്രേയസ് അയ്യർ, ശ്രേയസ് യെസ്. അയ്യറിന് വേണ്ടി എനിക്കതൊന്ന് കാണുന്നു. പഞ്ചാബ് അവര് പറഞ്ഞു പറഞ്ഞു തോമസ്, പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞത് പഞ്ചാബ് അവര് ദേ ഹാവ് ബീൻ ദേർ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. അപ്പൊ അവർക്ക് ഇതുവരെ ഒരു സീസൺ, എനിക്കൊന്ന് ഡെല്ലി ആൻഡ് പഞ്ചാബ് ആർ ദ ഓൺലി ഫ്രാഞ്ചൈസീസ് ഹു ആർ എറ്റ് ടു വിൻ എ കപ്പ്, വിൻ എ Yes. സീസൺ അല്ലേ. സോ Yes. ഡെഫിനറ്റ്ലി ഇഫ് ദേ ഗെറ്റ് വൺ ഇറ്റ്സ് ഗുഡ് ഫോർ ദെയർ ഫാൻസ്. They deserve ഡൽഹി one. എനിക്ക് തോന്നുന്നു ഒരു റിക്കി പോണ്ടിങ്ങിന്റെ കീഴിൽ, അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഇവരൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, എനിക്കൊന്ന് പന്തായിരുന്നു, പന്തും അങ്ങനെയൊക്കെ ഉള്ളവർ ഡൽഹി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ നല്ലൊരു ടീമായിരുന്നു. നല്ലൊരു ടീമാണ്. ഇതിനു മുമ്പ് സെവാഗ് കളിച്ചപ്പോഴും they were reasonably good. ഡൽഹി കുറച്ചുനാൾ മുമ്പ് കളിച്ച ഏതൊരു സീസണിൽ ഫൈനലിലൊക്കെ എത്തിയതാണ്. ആ സമയത്തായിരുന്നു ഒരു സ്ട്രോങ്. പഞ്ചാബ് ഇപ്പോൾ പ്രസന്റ്ലി സ്ട്രോങ് ആണ്. സോ ആൻഡ് ദേ ലുക്ക് ലൈക്ക് എ വെരി ഗുഡ് So ടീം. പഞ്ചാബ് deserves a silverware. ബട്ട് ദെൻ വി നോ RCB, നമ്മൾ ഡിസ്കസ് ചെയ്ത RCB ഓൾ ഗൺസ് ബ്ലേസിംഗ് ആണ്. All guns. They are the favorites Yeah. എന്ന് തന്നെ പറയാം. ഒരു ചെറിയ നെഗറ്റീവ് എന്ന് പറയാനുള്ളത് RCBക്ക് ഇറ്റ്സ് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് അറ്റ് ദ സെയിം ടൈം. അതായത് ഉം. അവർക്ക് ഇനിയും ലീഗിൽ ചിന്നസ്വാമിയിൽ മാച്ച് ഇല്ല. ഓക്കെ എല്ലാ ഇവയാണ്. they are going to play in Raipur. That's their home matches. Having said that, അതൊരു പോസിറ്റീവ് ആവുന്ന എങ്ങനെയാ വെച്ചാല് അവര് കഴിഞ്ഞ സീസണിൽ എവേ മാച്ചസ് ഒന്നും തോറ്റിട്ടില്ല. So I think they play with less pressure away from home. So yes. Let's see. yeah, let's see. എന്തായാലും അപ്പൊ IPL-നെ നമുക്ക് കാത്തിരുന്ന് കാണാം തോമസ്. അപ്പോൾ ഒരു നല്ല സീസൺ, ബാക്കിയുള്ള കളികൾ നല്ലൊരു രീതിയിൽ പോകട്ടെ. കുറച്ചുകൂടെ നല്ല ബോളിംഗ് പെർഫോമൻസ് കാണട്ടെ. ന്യൂ ബോൾ ബോളിങ്ങും ഓൺലി വൺ സൈഡഡ് ബാറ്റിംഗ് അല്ലാതെ ഒരു ബാറ്റിങ്ങിനും ബോളിങ്ങിനും ഈക്വൽ ആയിട്ടുള്ള രീതിയിലുള്ള മാച്ചസ് വരട്ടെ എന്ന് തീർച്ചയായും. പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്ക് നിർത്താം തോമസ്. താങ്ക് യു. Okay.